ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സ്വാഗതം. മൈസെൽഫ് രേഷ്മ, ഫാക്കൽറ്റി ടീം സോഡിയാക്. ഓക്കെ, ഇന്ന് നമുക്ക് പീഡിയാട്രിക്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോളിസൈത്തീമിയ ഒക്കറിംഗ് ഇൻ ടെട്രോളജി ഓഫ് ഫാലറ്റ് ഈസ് എ കോമ്പൻസേറ്ററി മെക്കാനിസം ഫോർ ഓപ്ഷൻ എ ടിഷ്യൂ ഓക്സിജൻ നീഡ്, ലോ ബ്ലഡ് പ്രഷർ, ലോ അയൺ ലെവൽ and hypertrophic cardiac muscle. Okay, so first question നമ്മുടെ കാർഡിയോളജിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് പീഡിയാട്രിക്സിൽ നിങ്ങൾക്കറിയാം കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് സൈനോട്ടിക് ഉണ്ട്, സൈനോട്ടിക് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ടെട്രോളജി ഓഫ് ഫാലറ്റ് നിന്നാണ്. അപ്പൊ ഈ ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോമൺ കൺജനിറ്റൽ കാർഡിയാക്, അതായത് സൈനോട്ടിക് കൺജനിറ്റൽ കാർഡിയാക് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമുക്ക് പോളിസൈത്തീമിയ ഉണ്ടാകുന്നു ടെട്രോളജി ഓഫ് ഫാലറ്റിൽ അല്ലെ, അത് എന്തിന്റെ കോമ്പൻസേറ്ററി മെക്കാനിസം? ഇറ്റ്സ് എ കോമ്പൻസേറ്ററി മെക്കാനിസം ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ ടിഷ്യൂ ഓക്സിജൻ നീഡ്, സെക്കൻഡ് വൺ ലോ BP, ആൻഡ് തേർഡ് വൺ ലോ അയൺ ലെവൽ, ഫോർത്ത് വൺ ഹൈപ്പർട്രോഫിക് കാർഡിയാക് മസിൽ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ടോഫ് എന്ന് നോക്കാം, അല്ലെങ്കിൽ ടെട്രോളജി ഓഫ് ഫാലറ്റ്. ബട്ട് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 4 കണ്ടീഷൻസ് ചേരുന്നതാണ് ടെട്രോളജി ഓഫ് ഫാലറ്റ് അല്ലെ. നമുക്കറിയാം അതിനകത്ത് ഏതൊക്കെ കണ്ടീഷൻസ് ആണ് വരുന്നത്. കൂടുതലായിട്ട് അതായത് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്, അതായത് VSD, സെക്കൻഡ് വൺ പൾമോണറി സ്റ്റീനോസിസ്, തേർഡ് വൺ ഓവർ റൈഡിങ് ഓഫ് അയോട്ട ആൻഡ് റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ഓക്കെ, ഈ 4 കണ്ടീഷൻസ് ചേരുന്നതാണ് ശരിക്കും എന്ത്? ടെട്രോളജി ഓഫ് ഫാലറ്റ്. VSD ഉണ്ട്, പൾമോണറി സ്റ്റീനോസിസ് ഉണ്ട്, ഓവർ റൈഡിങ് ഓഫ് അയോട്ടയുണ്ട്, റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. സോ ഇവിടെ ആൻസർ എ ആണ്, അതായത് ടിഷ്യൂ ഓക്സിജൻ നീഡ് കൊണ്ടാണ് നമുക്ക് പോളിസൈത്തീമിയ ഉണ്ടാകുന്നത്. ഓക്കെ, അത് പറയാം. സോ ഇവിടെ VSD നിങ്ങൾക്ക് അറിയാം അല്ലെ, സെപ്റ്റൽ ഡിഫക്റ്റ്, നമുക്ക് ഒരു ചെറിയൊരു ഡിഫക്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിനിടയ്ക്കുള്ള സെപ്റ്റത്തിലുണ്ട് അല്ലെ, അതാണ് VSD എന്നറിയാം. പൾമോണറി സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ പൾമോണറി വാൽവ് സ്റ്റിനോട്ടിക് ആയി പോവുക, ചുരുങ്ങി പോകുന്നത്. ഓവർ റൈഡിങ് ഓഫ് അയോട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയോട്ട ഒറിജിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ്. പക്ഷെ അയോട്ടയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ലെഫ്റ്റിനെയും കൂടെ ഒന്ന് കവർ ചെയ്ത് വരുന്നു, അതിനെയാണ് ഓവർ റൈഡിങ് ഓഫ് അയോട്ട. ഇതെല്ലാം കൊണ്ട് തന്നെ റൈറ്റ് വെൻട്രിക്കുലാർ എന്ത് ചെയ്യുന്നു? മസിൽസ് ഹൈപ്പർട്രോഫീഡ് ആയി പോകുന്നു. ഓക്കെ, ഈ 4 കണ്ടീഷൻ ചേരുന്നതാണ് എന്ത്? ഇവിടെ ടോഫ് എന്ന് ഉദ്ദേശിക്കും. ഇനി ടോഫ് പോലെ തന്നെ വേറെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കണ്ടീഷൻസും കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ടെട്രാ മീൻസ് എന്താണ്? ടെട്രാ മീൻസ് 4 അല്ലെ. ടെട്രോളജി ഓഫ് ഫാലറ്റ്, ഫാലറ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടെത്തിയത് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഇതിനകത്ത് ഫാലറ്റ് ഓഫ് പെൻഡോളജി, ഫാലറ്റ് ഓഫ് പെൻഡോളജി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 5 കണ്ടീഷൻസ് ഉണ്ട്. അതായത് 5 കണ്ടീഷൻസ് എന്ന് പറഞ്ഞാല് ടോഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 ഉണ്ട്, പ്ലസ് ASD എന്ന് പറയുമ്പോൾ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, അതും കൂടെ ചേർന്ന് വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഫാലറ്റ് ഓഫ് പെൻഡോളജി എന്ന് പറയും. അല്ലെങ്കിൽ ഫാലറ്റ് ഓഫ് ട്രയോളജി, അതായത് 3 കണ്ടീഷൻസേ അതിനകത്തുള്ളൂ. ASD ഉണ്ട്, റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ഉണ്ട്, ആൻഡ് പൾമോണറി സ്റ്റീനോസിസ്. PS എന്ന് കേട്ടേക്കുന്നത് പൾമോണറി സ്റ്റീനോസിസ്. ഇത് 3 ചേരുമ്പോൾ ഫാലറ്റ് ഓഫ് ട്രയോളജി. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, പിങ്ക് ടെട്രോളജി, അതായത് ഇൻഫന്റിൽ കാണുന്നതാണ് ഈ പിങ്ക് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു നോർമൽ ഓക്സിജൻ ലെവൽസ് ആയിരിക്കും ഒരു കുട്ടിക്ക് സൈനോട്ടിക്കിലോട്ട് പോകത്തില്ല. ഒരു നോർമൽ ഓക്സിജൻ ലെവൽ കുഞ്ഞിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ബിക്കോസ് പൾമോണറി സ്റ്റീനോസിസ് ഈസ് മൈൽഡ്. പൾമോണറി ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ലങ്സിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ് നമുക്ക് എന്താണ് ഇൻക്രീസ്ഡ് പൾമോണറി സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് സൈനോട്ടിക് ആകുന്നില്ല. ഡിക്രീസ്ഡ് പൾമോണറി സപ്ലൈ വരുമ്പോഴാണ് കുഞ്ഞ്
സൈനോട്ടിക് അല്ലെ, ലങ്സിലോട്ടുള്ള സപ്ലൈ കൂടുന്നതിനും കുറയുന്നതിനും അതിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് സൈനോട്ടിക് ആവുന്നുണ്ടോ എസൈനോട്ടിക് ആവുന്നുണ്ടോ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പൾമണറി സ്റ്റിനോസിസ് മൈൽഡ് ആണെങ്കിൽ അതിന് നമ്മൾ പിങ്ക് ടെട്രോളജി ഓഫ് ഫലോട്ട് എന്ന് പറയും. ഇപ്പോൾ പൾമണറി സ്റ്റിനോസിസ് വളരെ കുഴപ്പമില്ലാത്തതാണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ ഇത്രയാണ് നമുക്കൊരു അപ്പോൾ എന്താണ് ടെട്രോളജി ഓഫ് ഫലോട്ട്, അതിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് ഐഡിയാസ് കൂടെ പറഞ്ഞു അല്ലെ. ടെട്രോളജി ഓഫ് ഫലോട്ട് ഓഫ് പെൻഡോളജി, ഫലോട്ട് ട്രയോളജി ആൻഡ് പിങ്ക് ടെട്രോളജി ഓഫ് ഫലോട്ട്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോളിസൈത്തീമിയ. എന്താണ് പോളിസൈത്തീമിയ? നമുക്ക് ബോഡിയിൽ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ, അതായത് ഓക്സിജൻ കുറയുമ്പോഴത്തേക്കും എന്ത് പറ്റും? RBCയുടെ നമ്പർ കൂടും. ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം നമുക്ക് RBC കൊണ്ട് കൂടും. അപ്പം എന്ത് പറ്റും? RBC നമ്പർ കൂടുമ്പോൾ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും, അതായത് ബ്ലഡ് തിക്നെസ് കൂടുന്നു. അതായത് ടിഷ്യൂ ഓക്സിജൻ നീഡ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? പോളിസൈത്തീമിയ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. സോ ഇവിടെ അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ടിഷ്യൂ ഓക്സിജൻ നീഡിന്റെ ഒരു അത് വരുന്ന മീൻസ് ആ ഒരു അവസ്ഥ ഓവർകം ചെയ്യാൻ വേണ്ടി ബോഡി സ്വീകരിക്കുന്ന ഒരു മെത്തഡാണ് എന്ത്? പോളിസൈത്തീമിയ. അതാണ് ഇവിടെ ടെട്രോളജി ഓഫ് ഫാലറ്റിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എന്താകുന്നത്? സൈനോട്ടിക് ആകുന്നത്. അതിന്റെ ബേസിക് റീസൺ എന്താണ്? ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ. അതായത് ഈ സ്റ്റിനോസിസ് കാരണം, പൾമണറി സ്റ്റിനോസിസ് കാരണം ലങ്സിലോട്ടുള്ള സപ്ലൈ കുറയുന്നു. ഓക്കെ, ഇതാണ് ഈ ഒരു ടോഫ്. ഇപ്പൊ ടോഫ് സാധാരണ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ടോഫ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ സൈനോട്ടിക് കൺജന്റൽ ഹാർട്ട് ഡിസീസ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺ സൈനോട്ടിക് കൺജന്റൽ ഹാർട്ട് ഡിസീസ് ഓവറോൾ ആയിട്ട് ചോദിച്ചാലും അങ്ങനെയാണ്. ഒരു ന്യൂബോൺ പീരീഡിൽ കാണുന്ന മോസ്റ്റ് കോമൺ കൺജനിറ്റൽ ഹാർട്ട് കണ്ടീഷൻ ഏതാന്ന് ചോദിച്ചാലും ടോഫ് തന്നെയാണ്. അറ്റ് ബർത്തിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യും, ആഫ്റ്ററും നമുക്ക് ഡയഗ്നോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 കണ്ടീഷൻസ് വരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു 4 പോയിന്റ് കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോഫിൽ നിന്ന് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. സർജിക്കൽ മാനേജ്മെന്റ് ഓഫ് ടോഫ്. നമുക്കറിയാം സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പാലിയേറ്റീവ് പ്രൊസീജിയർ ആണ്. ഒരു ടെമ്പററി ആയിട്ട് ചെയ്യുന്ന ഷണ്ട് മാനേജ്മെന്റുകളുണ്ട്, പിന്നെ ഒരു ഡെഫിനിറ്റീവ് കറക്ഷൻ സർജറിയും ചെയ്യാറുണ്ട്. അപ്പൊ ഇനിഷ്യൽ പീരീഡിൽ സൈനോസിസ് അല്ലെങ്കിൽ നമുക്ക് ടെറ്റ് സ്പെൽ ഉണ്ടാകും അല്ലെ, പെട്ടെന്ന് കുഞ്ഞിന് സൈനോട്ടിക് ആയി പോകുന്നു. അങ്ങനെ ആ സ്പെൽ ഒരു അവസ്ഥ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാലിയേറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ, ഷണ്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ റൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ്ക്ലീവൻ ആർട്ടറി ആൻഡ് പൾമണറി ആർട്ടറി. Shunt is made between right or left subclavian artery and pulmonary vein. Shunt between descending aorta and pulmonary vein, descending aorta and subclavian artery. Okay. ശരിക്കും ആ കറക്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലായാൽ മാത്രം ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ ഞാൻ ചോദിക്കുവാണ് ബ്ലാലോക്ക് ടോസിംഗ് ഷണ്ട് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പേര് പറയാൻ പറ്റും. പോട്സ് ഷണ്ട്, വാട്ടർസ്റ്റൺ ഷണ്ട്, മോഡിഫൈഡ് ബ്ലാലോക്ക് ഷണ്ട്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഇത് പഠിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻ വരാം, ഷണ്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ റൈറ്റ് ഓർ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ആൻഡ് പൾമോണറി ആർട്ടറി, അല്ലെങ്കിൽ ഈസ് എ പാലിയേറ്റീവ് പ്രൊസീജിയർ എന്താണ് മാനേജ്മെന്റ് ഫോർ ടോഫ്. അതിൽ ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. സോ ഇതിനകത്ത് ഞാൻ പറയാം, നമുക്ക് ശരിക്കും ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതാണ് കറക്റ്റ് ഉത്തരം. ബാക്കി വരുന്ന 3 ഓപ്ഷൻസും തെറ്റാണ്. ഓക്കെ, അപ്പൊ അതെന്താന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ബ്ലാലോക്ക് ടോസിംഗ് ഷണ്ടാണ് ഇതിന്റെ ആൻസർ. അതായത് ഷണ്ട് മെയ്ഡ് ബിറ്റ്വീൻ സബ്ക്ലേവിയൻ ആർട്ടറി ആൻഡ് പൾമണറി ആർട്ടറി ആണ് ബ്ലാലോക്ക് ടോസിംഗ് ഷണ്ട്. ഓക്കെ, പിന്നെ ചെയ്യുന്നത് പോട്ട് പ്രൊസീജിയർ, പോട്ട് ഷണ്ട് ആണ്. പോട്ട് ഷണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് POTT. ഓക്കെ, പോട്ട് ഷണ്ട് അത് ചെയ്യുന്നത് ഡിസെൻഡിങ് അയോട്ടയും പിന്നെന്താണ് പൾമണറി ആർട്ടറിയുമായിട്ട് ചെയ്യുന്നതാണ് പോട്ട് ഷണ്ട് എന്ന് പറയുന്നത്.
ഓക്കെ, ഡിസെൻഡിങ് അയോട്ട ഇവിടെ പൾമോണറി വെയിൻ എന്നാണ് കൊടുത്തേക്കുന്നത്. പൾമോണറി ആർട്ടറിയുമായിട്ട് ചെയ്യുന്ന ഷണ്ടാണ് പോർട്സ് പ്രൊസീജിയർ. പിന്നെ ചെയ്യുന്നത് വാട്ടർ സ്റ്റൺ ഷണ്ടാണ്. അത് നമുക്ക് അസെൻഡിങ് അയോട്ടയും പൾമോണറി ആർട്ടറിയും തമ്മിലുള്ള പ്രൊസീജിയറാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ ഇവിടെ ബട്ടുള്ള ഓപ്ഷൻസ് തെറ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്ലാലോക് ടോസിങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്ക്ലീവൻ SA എന്ന് കേട്ടേക്കുന്ന സബ്ക്ലീവൻ ആർട്ടറി പ്ലസ് പൾമോണറി ആർട്ടറി. ഓക്കെ, പോർട്സ് പ്രൊസീജിയർ, പോർട്സ് ഷണ്ട് ഡിസെൻഡിങ് അയോട്ടയും പൾമോണറി ആർട്ടറിയും തമ്മിലുള്ള ഷണ്ട് ക്രിയേഷൻ ആണ്. വാട്ടർ സ്റ്റൺ പ്രൊസീജിയർ എന്ന് പറയുന്നത് അസെൻഡിങ് അയോട്ടയും പൾമോണറി ആർട്ടറിയും തമ്മിലുള്ള ഷണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യുന്ന പാലിയേറ്റീവ് പ്രൊസീജിയർ. ഇതിനകത്ത് പോർട്സ് പ്രൊസീജിയർ അല്ലെങ്കിൽ വാട്ടർ സ്റ്റൺ ഷണ്ട് ഒന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ശരിക്കും ബ്ലാലോക് ടോസിങ് ഷണ്ടായിരുന്നു ഇനീഷ്യൽ ടൈമിൽ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡിഫൈഡ് ബ്ലാലോക് ടോസിങ് ഷണ്ടാണ്. ഓക്കെ, അതിനൊരു ചെറിയ വ്യത്യാസം, അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചും കൂടെ കുഞ്ഞു കുട്ടികളിൽ തന്നെ നമുക്ക് ആ ഒരു മെറ്റീരിയല് ഷണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിവേ മോഡിഫൈഡ് ബ്ലാലോക് ടോസിങ് ഷണ്ട്. ഓക്കെ, ക്ലിയർ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഒരു പോയിന്റും കൂടെ പറയാം. സർജിക്കൽ മാനേജ്മെന്റിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 4 to 6 months ആണ്. ഒരു കറക്റ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 4 ഷണ്ട് പ്രൊസീജിയേഴ്സും ഒരു പാലിയേറ്റീവ് പ്രൊസീജിയേഴ്സ് മാത്രമാണ്. കുഞ്ഞിന്റെ സൈനോട്ടിക് ആ ഒരു സ്പെൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. അതിന്റെ ഒരു ഡെഫിനിറ്റീവ് കറക്ഷൻ സർജറി എന്ന് പറയുന്നത് നമുക്കൊരു ആഫ്റ്റർ 1 year ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ക്ലിയർ. സോ ടെക്സ്റ്റ് സ്പെല്ല് വളരെ ഇമ്പോർട്ടൻ്റ്. ടോഫില് നമുക്ക് സാധാരണ ചോദിക്കുന്നത് ഏതൊക്കെ കണ്ടീഷൻസ് ആണ്, പിന്നെ അതുപോലെ എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്സിൽ പെൻഡോളജി, അങ്ങനെ ട്രയോളജി, ആ ഒരു പോയിന്റ്സ് ഓർക്കുക. അതിന്റെ പാലിയേറ്റീവ് പ്രൊസീജിയേഴ്സ് ഓർക്കുക. ഇനി അതുപോലെ തന്നെ പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ടെക്സ്റ്റ് സ്പെല്ലും അതിന്റെ മാനേജ്മെന്റും. ഓക്കെ, അത് ഇനി ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.